മുല്ലയ്ക്കൽ അമ്പലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ശ്യാമളാക്ക അതാ ഷൈമാക്കാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹതിയെക്കുറിച്ചാണ്. മുല്ലയ്ക്കൽ അമ്പലത്തിന് വേണ്ടി മാത്രം ജീവിച്ച ശ്യാമളാക്ക ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയറായ ശേഷം അതിനു മുമ്പേ മുല്ലയ്ക്കൽ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഭജനമണ്ഡലി രൂപീകരിക്കുകയും മുല്ലയ്ക്കൽ അമ്പലത്തിൽ സ്ത്രീകളുടെ ചെറുപ്പ് നടത്തുകയും അമ്പലങ്ങളിൽ ഉത്സവത്തിന് ആനയൂട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ മാത്രം ഒരു ചെറുപ്പ് നടത്തിയത് ശ്യാമളാക്ക അഥവാ ഷൈമാക്ക എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. അവരുടെ മുന്നിൽ ഞാൻ നമിച്ചുകൊള്ളുന്നു. ശ്യാമളാക്ക സ്ത്രീ സമത്വത്തിന് വേണ്ടി നിലകൊണ്ടു. ഷൈമാക്ക എന്ന പേരിൽ അവരറിയപ്പെടുന്നു. അവർ നവരാത്രി സമയത്ത് കുട്ടികളും മറ്റു സ്ത്രീകളെ ഉൾപ്പെടുത്തി അമ്പലങ്ങളിൽ കോൽക്കളിയും സംഗീതാർച്ചനയും ഊട്ടുപുരയിൽ വിളക്ക് തെളിക്കലും മറ്റും നല്ല ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ശ്യാമളാക്കയെ എല്ലാവരും മറന്നെന്ന് തോന്നുന്നു. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ആലപ്പുഴക്കാർ ശ്യാമളാക്ക അഥവാ ഷൈമാക്കയെ ഓർക്കേണ്ടതുണ്ട്. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അമ്പലത്തിന് വേണ്ടി മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിന് വേണ്ടി ഒരു ഭജനമണ്ഡലി രൂപീകരിച്ച് ഉത്സവങ്ങൾ നടത്തുവാനും അമ്പലത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുവാനും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു നല്ല മഹത് വ്യക്തിയാണ് ശ്യാമളാക്ക. അവർ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞെങ്കിലും നമ്മുടെ മനസ്സിൽ എന്നും നിലകൊള്ളുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വാക്ക് നിർത്തുന്നു.